പല കച്ചവടക്കാരും പറയുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? എനിക്ക് ടെക്നോളജി ഒന്നും അറിയില്ല, എനിക്ക് മൊബൈൽ അധികം അറിയില്ല, എനിക്ക് സോഫ്റ്റ്വെയർ അറിയില്ല, എനിക്ക് അത് നോക്കാൻ അറിയില്ല, ഇത് നോക്കാൻ അറിയില്ല. 2025 കച്ചവടം ചെയ്യുന്ന രീതിക്കനുസരിച്ച് കച്ചവടം ചെയ്യാനുള്ള കഴിവില്ലെങ്കിൽ നിങ്ങൾ നിർത്തി പൂട്ടി പോകാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനെന്ത് വേണം? എനിക്ക് ടെക്നോളജി അറിയില്ല, എനിക്കത് താല്പര്യമില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഈസിയാണ്. ഭയങ്കരമായിട്ട് നിങ്ങൾ ടെക്നിക്കൽ എക്സ്പെർട്ട് ഒന്നും ആവണ്ട. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ കൺസൾട്ടിങ്ങിന് പോകുന്ന സമയത്ത് പല സ്ഥാപനങ്ങളും നല്ല കച്ചവടമുണ്ട്, സെയിലുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ഡാറ്റ പ്രോപ്പർ അനലൈസ് ചെയ്യുന്നില്ല, എവിടെയാണ് കോസ്റ്റ് സംഭവിക്കുന്നത് അറിയുന്നില്ല. മോണിറ്ററിംഗ് എന്ന് പറയുന്ന സാധനമില്ല. ജസ്റ്റ് എക്സ്പെൻസ് ബുക്ക് ചെയ്യുന്നു, സെയിൽസ് ബുക്ക് ചെയ്യുന്നു, ഇതിനപ്പുറത്ത് വരുന്നില്ല പ്രോഫിറ്റ് ആണെന്ന് കണക്കൂട്ടി പോകുന്നതിനപ്പുറത്ത് പ്രോപ്പർ ഡിസിഷൻ മേക്കിങ്ങോ അതല്ലെങ്കിൽ നെക്സ്റ്റ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള പരിപാടിയോ ഇതൊന്നുമില്ല. ദയവ് ചെയ്തിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് വെറുതെ ഒരു കച്ചവടം എന്ന രീതിയിൽ കൊണ്ടുപോകുന്നതിനപ്പുറത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ കൃത്യമായിട്ടും ടെക്നോളജി അപ്ലൈ ചെയ്യണം. സെയിൽസിന് ടെക്നോളജി ഉപയോഗിക്കണം, സെയിൽസ് സിസ്റ്റം CRM പോലുള്ള ടെക്നോളജികൾ ഉപയോഗിക്കണം, ലീഡ് മാനേജ്മെന്റ് സിസ്റ്റം ഉപയോഗിക്കണം, ടീമിന്റെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനുള്ള ടെക്നോളജി ഇന്ന് ആവശ്യമാണ്, അത് ഉപയോഗിച്ചേ പറ്റൂ. അതിനാവശ്യമായ കൺസൾട്ടിങ്ങുകളും നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകളിൽ നിന്ന് എടുക്കാം. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ഡാറ്റകൾ നമ്മൾ മോണിറ്റർ ചെയ്തേ പറ്റൂ. ഇങ്ങനെ ഒരു ബിസിനസിന്റെ മേജർ ഫംഗ്ഷൻസ് എല്ലാം ടെക്നോളജികൾ വെച്ച് നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിലൂടെ ഡാറ്റ മോണിറ്റർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ബിസിനസ്സിന് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. നമുക്ക് വളരെ വേഗത്തിൽ ഡിസിഷൻ എടുക്കാൻ പറ്റും, വളരെ പെട്ടെന്ന് തന്നെ ചേഞ്ച് കൊണ്ടുവരാൻ എല്ലാം പറ്റും. ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യാൻ മടിച്ചു നിന്ന് കഴിഞ്ഞാൽ കച്ചവടം ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അത് ആരും കൊണ്ടുതരില്ല. നമ്മുടെ ബിസിനസ്സിൽ മാറ്റം ഉണ്ടാക്കേണ്ടത് നമ്മൾ തന്നെയാണ്.